ഇപ്പോൾ സമയം രാവിലെ 5:30 ആയിട്ടുണ്ട്. അതായത് വെളുപ്പിന് 5:30. ആകാശത്ത് നോക്കിയേ, ഇതാ നമ്മുടെ അമ്പിളി അമ്മാവൻ ഇതുവരെ പോയിട്ടില്ല. കാരണം നേരം വെളുത്തെന്ന് ആശാൻ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നേ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ സൂര്യനും ഉണ്ട്. പിന്നെ ആകാശമൊക്കെ ഒരു ഇരുണ്ട നിറമാണ്. കാരണം തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. 5:30 ആയതല്ലേ ഉള്ളൂ. 5:30 ആയിട്ടും ചെറുതായിട്ട് വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ആശാൻ ഇരിപ്പുണ്ട് കേട്ടോ. കുറേ നേരം കിടന്ന് ചലിക്കുന്നു. പിന്നെ രാവിലെ തന്നെ പുതിനയില ചായ കഴിക്കാൻ തോന്നി. അപ്പം ഞാൻ വെള്ളം വെച്ചു. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും എന്താ ചക്ക ഇങ്ങനെ സ്മെല്ല് വന്നിട്ടൊന്ന് ജസ്റ്റ് നോക്കിയതാ കേട്ടോ. നമ്മുടെ ചായ തിളച്ച് കഴിയുമ്പോഴത്തേനും മധുരം ഇട്ട് അതിലേക്ക് ഒരു തണ്ട് പുതിനയില ഇടണം. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും അരിച്ചെടുത്തിട്ട് കുടിക്കണം. അതിനുശേഷം ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ നേരെ പോയി. എനിക്ക് 2 ദിവസമായിട്ട് എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അലക്കാനായിട്ട് ടൈം കിട്ടിയില്ല. പിന്നെ എനിക്ക് ഈ മെഷീൻ അലക്കുന്നതിലും ഇഷ്ടം കൂടുതലും ഞാൻ ഇവിടെ നിൽക്കുന്ന ദിവസമൊക്കെ അലക്ക് കല്ലിലാണ് അലക്കുന്നത്. പിന്നെ ടൈം ഒട്ടും ഇല്ലാതെ വരുമ്പോഴാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം തുണി അലക്കാനായിട്ടിട്ടു. അത് സമയം എടുക്കുമല്ലോ. നമ്മുടെ പന്നി തണുപ്പ് പോയിട്ടില്ല, വെള്ളത്തിയിട്ടു. പിന്നെ ചക്കയ്ക്കിട്ടൊരു പിടുത്തം പിടിച്ചു. അത് വെട്ടി കണ്ടിച്ച് ഇതുപോലെ ചകിണിയൊക്കെ കളഞ്ഞിട്ട് ആ ചുള അങ്ങനെ എടുത്തുവിട്ടോ. നല്ല വൃത്തി ഉണ്ടായിരുന്നു. പിന്നെ നല്ല മധുരവും. ജസ്റ്റ് ഒരെണ്ണം ഒന്ന് കഴിച്ച് നോക്കി. കാരണം ഇത്രയും വെളുപ്പിനെ ചക്ക കഴിച്ചാൽ പണി കിട്ടുമെന്നറിയാം. പിന്നെ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം ഇത് കണ്ടോ. ഇതെന്ന് പറയുന്നത് ഒരു വളരെ റെയറായിട്ട് കാണുന്ന ഒരു ട്രീ ആണ്. ഇതിന് വെൽവെറ്റ് ട്രീ എന്നാണ് പറയുന്നത്. ഇതൊരു ഓറഞ്ച് അല്ലെങ്കിൽ തവിട്ട് നിറം ഇതിന്. അപ്പം ഞാനിത് കാണിച്ചു തരാം. എൻ്റെ കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്, പുറമേ മൃദുവായിട്ടിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ട് ഇതിപ്പം എന്നും രാവിലെ വീഴും കേട്ടോ. നമ്മൾ ഇടുന്നൊന്നുമല്ല, തന്നെ വീഴുന്നത്. ഇതുണ്ട്, പൊട്ടിച്ച് കഴിയുമ്പം ചെറിയ ആത്തപ്പഴം പോലെയുള്ള അതുപോലെ ഇരിക്കുന്ന ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ റംബൂട്ടാൻ കായ്ച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ നമ്മൾ തായ്ലൻഡിലൊക്കെ കാണുന്ന മാംഗോ സ്റ്റിക്കി റൈസ് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയത്, പക്ഷെ കൊളായിപ്പോയി. പിന്നെ കുറച്ച് പച്ച മാങ്ങ ഞാൻ ഇച്ചിരി ഉപ്പും മുളകും പുരട്ടി വെച്ചു. അതിനുശേഷം എനിക്ക് ലഞ്ച് കൊണ്ടുപോകണം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്താണ് കൊണ്ടുപോകണേ. അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ നിൽപ്പുണ്ട് മുരിങ്ങയെ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ചെന്ന് 5-6 മുരിങ്ങ കൊമ്പ് ഇങ്ങനെ നോക്കി. നല്ല ഇല നോക്കി, അധികം മൂത്തതാണെങ്കിൽ കൊള്ളത്തില്ല. പിന്നെ ജസ്റ്റ് ചെറിയ നാമ്പ് വന്ന ഇല നോക്കി പൊട്ടിച്ചെടുത്തു. പിന്നെ ഞാനിങ്ങനെ വന്നു. ചക്കക്കുരു ഞാൻ വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് ഇല കഴുകിയെടുത്ത് വാഷ് ചെയ്ത് വെച്ചതാണേ. ഇത് ചക്കക്കുരു മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചു. പിന്നെ കടുക് പൊട്ടിച്ച് ഇതങ്ങ് ഞാൻ തേങ്ങയും കൂടെ ചിരകിയിട്ടു. മൂപ്പിച്ച് ഒരു ചെറിയ തോരൻ പോലെ എടുത്തു. മുട്ട ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ എടുത്തതാണ്. പക്ഷേ ഞാൻ മുട്ട ഇതിലേക്ക് അങ്ങനെ ഇടുന്നത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ മുട്ട ഇട്ടിട്ടില്ല. പിന്നെ മുട്ട ഇടാതെ തന്നെ തോരൻ ഞാൻ റെഡിയാക്കി എടുത്തു. കാണുമ്പം വലിയ കളറൊന്നുമില്ല, അതിൻ്റെ ഫോണിൻ്റെ ഷെയ്ഡാണോയെന്നറിയില്ല. പക്ഷെ നല്ല ഒരു യെല്ലോ കളറൊക്കെ തന്നെയായിരുന്നു. പിന്നെ തിരുമ്മി വെച്ച മാങ്ങ ഞാൻ പിന്നെ പെട്ടെന്ന് അച്ചാറിട്ടു. തണുത്ത് കഴിഞ്ഞതാ ടിന്നിലേക്കാക്കി. എനിക്ക് കൊണ്ടുപോകാനായിട്ട് തോരൻ ഞാൻ വേറൊരു പാത്രത്തിലെടുത്തു കേട്ടോ. കാരണം ചൂട് ചോറിൻ്റെ കൂടെ തോരൻ വെച്ചാൽ ചിലപ്പം ശരിയാവില്ല, ഉച്ചയാകുമ്പോഴത്തേക്കിനും കൊള്ളില്ലാതാവും. ഞാൻ പിന്നെ എൻ്റെ ചോറിലേക്ക് അച്ചാറും വെച്ചു, ഒരു മുട്ട പൊരിച്ചതും വെച്ചു. ചെറിയ തവിയാട്ടോ, തവിയല്ല സ്പൂണ്, കോരിയിട്ടിട്ട് ഇതുപോലെ. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്, അത് അത്രയും കൂടുതൽ. പിന്നെ ഇച്ചിരി മാമ്പഴം, അത് ഞാൻ ജ്യൂസ് അടിച്ച് കുടിച്ചു. നേരെ ജോലിക്ക് പോയി. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് കുറച്ച് പൂക്കളും കായ്കളും ചെടികളും മരങ്ങളും ഒക്കെ ഇതുപോലെ ഉണ്ട് കേട്ടോ. ഇത്ര രാവിലെ. പിന്നെ ഇത് കണ്ടോ, മണി പ്ലാന്റ് വലിയൊരു റബ്ബർ മരത്തിലും പടർന്ന് കയറിയതാണ്. റോഡ് സൈഡിൽ തന്നെയാണ്. ഇതെല്ലാം കണ്ട് നേരെ പോയപ്പോഴത്തേനും ഓർക്കിഡ്, നല്ല രസമല്ലേ. ഇതൊരു ബോഗൺവില്ല, വൈറ്റ് കളറ്. ഇതൊക്കെ നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ. പിന്നെ ഇതാ കോവയ്ക്ക പഴുത്ത് പോയി. ഇതെന്തോ ഒരു കായാണ്, പച്ചക്കായോ. ഇതൊരു പാടവരമ്പാണ് കേട്ടോ, പാടവരമ്പ്. അപ്പം നല്ല പച്ച വിതച്ച് നിൽക്കുക. ഇത് ഞാൻ പോകുന്ന വഴിക്ക് ഈ വീട്ടിൽ ചുറ്റിനും ഇങ്ങനെ ബോഗൺവില്ല കേട്ടോ. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള പൂക്കളാണ് എന്നും രാവിലെ കണ്ടു പോകുന്നത്.